ഇന്ന് നമുക്ക് എൻ്റെ അലങ്കോലമായി കിടക്കുന്ന അലമാര ഒന്ന് അടുക്കി പറക്കി ഒതുക്കി എങ്ങനെയെങ്കിലുമൊക്കെ വെക്കാം. അപ്പം ഞങ്ങൾ അതായത് എൻ്റെ അനിയത്തി കൂടെ ഉണ്ട്. അപ്പോൾ അവളും ഞാനും കൂടി മടക്ക് തുടങ്ങി. ആദ്യം ഒരു ടീഷർട്ട് എടുത്ത് ഞാൻ വലിയ കാര്യത്തെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ മടക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. പിന്നെ അത് അവിടെ ഇട്ടു. നമ്മൾ പിന്നെ സാധാരണ മടക്കുന്ന പോലെ തന്നെ നമ്മൾ മടക്കി മടക്കി ഓരോന്ന് വെച്ചു. ആദ്യമേ ടീഷർട്ടിൻ്റെ സെക്ഷനാണ്, അതെല്ലാം എനിക്ക് ഇങ്ങനെ മടക്കി മടക്കി വെക്കണം. പിന്നെ എനിക്കൊരു അസുഖമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഡ്രസ്സാണെങ്കിലും നമ്മൾ എങ്ങനെ നേരെ തന്നെ തിരിച്ചിട്ട് മടക്കണം, അല്ലാതെ നമ്മൾ വിരിക്കുന്ന പോലെ തന്നെ മടക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര അലർജി. അങ്ങനെ നമ്മൾ ടീഷർട്ട്സ് എല്ലാം മടക്കി ആദ്യമത്തെ ഡ്രോയിലെടുത്ത് വെച്ചു. അങ്ങനെ ആദ്യമേ ഡ്രോയിലാണ് നമ്മുടെ ചേട്ടൻ്റെ ടീഷർട്ടൊക്കെ വെക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കെല്ലാം ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞിനി കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട് നമ്മളിങ്ങനെ. അപ്പോൾ ഈ ടീഷർട്ട് കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് പണ്ണല, ഇത് വേണ്ടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതെടുത്ത് കളഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഷോർട്സ് എല്ലാം കൂടെ ഒരു സെക്ഷനാക്കി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അലമാരയൊക്കെ വൃത്തിയാക്കാറുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്ക് നിന്നെല്ലാം വലിച്ചു വാരി നമ്മൾ തന്നെ വൃത്തികേടാക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ അലമാരയൊക്കെ വൃത്തിയാക്കുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം. അങ്ങനെ എനിക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ് ഒരു സന്തോഷം. അപ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അതെല്ലാം അടുക്കി പറക്കി വെച്ചു. എന്നിട്ട് പിന്നെ ആദ്യം ടീഷർട്ട് അവിടെ വെച്ചിട്ട് പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെടാഞ്ഞ് പിന്നെ വേറെ എടുത്ത് വെച്ചു. പിന്നെ ഇത് നമ്മുടെ സെറ്റ് സാരിയാണ്, അതായത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. വെറും 300 രൂപയുടെ നമ്മുടെ സാരിയാണ്. കുറച്ച് സ്ലോ മോഷനായി പോയി വീഡിയോ, എന്താണെന്നറിയത്തില്ല. ഞാൻ എഡിറ്റ് ചെയ്ത് പോയത് കൊണ്ട് ഞാനതങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ സെറ്റും മുണ്ടുമൊക്കെ ഞാൻ മടക്കി ഒതുക്കി പറക്കി വെക്കുവാണ്. നമ്മൾ ഓണത്തിന് കൊടുത്തിട്ട് നമ്മൾ അതേപോലെ സെറ്റീപ്പനൊക്കെ വെച്ച് തന്നെ അങ്ങനെ തന്നെ മടക്കി വെച്ചു. പിന്നെ ഇത് സാരിയൊക്കെ ഞാനിന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, വീഡിയോ ഇട്ടില്ല. അവിടുന്ന് സാരിയൊക്കെ 2-3 പറക്കിക്കൊണ്ട് വന്നു. ഇതെനിക്കൊരു ചേച്ചി ഗിഫ്റ്റ് തന്ന സാരിയാണ്. അതെല്ലാം നമ്മൾ പറക്കി സാരി സെക്ഷനിലോട്ട് വെച്ചു. പിന്നെ ഇത് നമ്മുടെ ചേട്ടൻ്റെ ഷർട്ട്, അതെല്ലാം മേളിലെ ഡ്രോയിലോട്ട് വെച്ചു. പിന്നെ എൻ്റെ കുറച്ച് ടവലും ഇത് കാര്യങ്ങളെല്ലാം മേളിൽ തന്നെ വെച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഷർട്ടൊക്കെ ക്യാഷ്വലായിട്ടിടുന്ന നമ്മുടെ ഷർട്ടൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് പറക്കി മുകളിലോട്ട് വെക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ സെക്ഷനായിട്ടാണ് വെക്കുന്നത്. ഷർട്ട് ഒരിടത്ത്, ഓഫീസിൽ പോകുന്ന ഷർട്ട് ഒരിടത്ത്, അങ്ങനെ ഓരോരോ ഡ്രോയിൽ ഇങ്ങനെ പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ തന്നെ ഞാൻ തിരിച്ചിട്ട് മടക്കാറുണ്ട്. ഇതെല്ലാം എൻ്റെ ബ്ലൗസുകളാണ്. ആ ബ്ലൗസ് സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഓരോ ഡ്രസ്സുകളായിട്ട് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് മടക്കി പറക്കി എല്ലാം ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മാത്രമേ വെക്കാറുള്ളൂ. ചിലപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. ചിലപ്പോൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പം എനിക്ക് തോന്നുവാണെങ്കിൽ ഞാനിങ്ങനെ ക്ലീനാക്കിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലീനാക്കാൻ തോന്നിയ ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ ആർഭാടമായിട്ട് തന്നെ അതങ്ങോട്ട് തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ അലമാരി കണ്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെ അലമാരെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഷീറ്റ് അങ്ങ് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് നമ്മൾ ക്ലീൻ ആക്കിയായിരുന്നു. ആ വീഡിയോസൊക്കെ പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.